ശക്തമായിട്ടുള്ള മത്സരത്തിൽ വലിയ വിജയം നേടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരവും? ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചതാണല്ലോ ശരിക്കും? നോക്കൂ, നമുക്ക് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ വികാരം കേരളത്തിലാകമാനം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ കാട്ടാക്കട മണ്ഡലവും എല്ലാ കാര്യങ്ങളിലും പുറകോട്ടടിക്കപ്പെടുന്ന ഒരു 10 വർഷക്കാലമാണ് കഴിഞ്ഞു പോയത്. നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ UDF സർക്കാർ തുടങ്ങി വെച്ച പദ്ധതികൾ ഒന്നും അതൊഴിച്ചൊന്നും അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വികാരം തന്നെ മണ്ഡലത്തിന് അകത്ത് നിലനിൽപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അവിടുത്തെ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും ഇപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളവിടെ സ്ഥാനാർത്ഥി പോകുന്നത്. അതേ ഒരു വികാരം, ജനങ്ങളുടെ ആ സ്നേഹം എന്നോടൊപ്പം ഉണ്ടായി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. നമ്മൾ അവിടെ വന്ന ആളുകളോട് ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ജനകീയനാണ് എന്നൊരു വാക്കാണ് പറഞ്ഞിരുന്നത്. ഞാൻ അന്നേ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ പറഞ്ഞ ഒരു വിഷയം, നമ്മളൊരു മണ്ഡലം എടുത്താൽ അല്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഒരു 10 പേരെടുത്താൽ അതിൽ 1-2 പേർ മാത്രമാണ് ഒരു ശരാശരി ജീവിത നിലവാരത്തിന് മുകളിൽ. ബാക്കി എല്ലാവരും സാധാരണക്കാരൻ, പാവപ്പെട്ടവരാണ്. നമ്മൾ അത്തരത്തിലുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത്രേ ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് 5 വാഗ്ദാനങ്ങളാണ്, 5 ഇന്ദിരാ ഗ്യാരണ്ടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ വിജയിച്ച് കരിക്കുന്ന വലിയ മാർജിനിലുള്ള വിജയമാണ്, മഹാവിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള തുടർ പരിപാടികൾ എങ്ങനെയാണ്? നോക്കൂ, അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. AICC പ്രഖ്യാപിച്ച, KPCC പ്രഖ്യാപിച്ച പരിപാടികൾ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന പാർട്ടിയാണ്. ആ കാര്യത്തിൽ മറ്റ് അഭിപ്രായങ്ങൾക്കൊന്നും പ്രസക്തി, അത് നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ലക്ഷ്യമായി വരുമ്പോൾ നമ്മളെല്ലാം അതിനോടൊപ്പം അല്ലേ നിൽക്കുന്നത്. അതെല്ലാം പറഞ്ഞല്ലേ ഞങ്ങൾ വോട്ട് ചോദിച്ചു. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ വലിയ വിജയം തന്നെ ആളുകളോട് എന്താ അവസാനമായി പറയാനുള്ളത് ഈ ഘട്ടത്തിൽ? അവർ നൽകുന്ന ആ സ്നേഹം, നമ്മളിപ്പോൾ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ, സാധാരണക്കാരെ കാണുമ്പോൾ, പാവപ്പെട്ടവനെ കാണുമ്പോൾ അവരെ ചേർത്ത് നിൽക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പൊതുപ്രവർത്തകരും മാതൃകയാക്കേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് ഞാനും ആ രീതി ചെയ്യുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും ചെയ്തു വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്ന നേതാക്കളാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മഹത്തായ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. തീർച്ചയായും ഇടതുപക്ഷം വലിയ വിജയപ്രതീക്ഷ നേടി അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തി ആ മണ്ഡലം തിരിച്ചു പിടിച്ച് വിജയം നേടിയിരിക്കുന്നത് MR ബൈജു. ആ ഒരു വിജയത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും ആളുകളെ ചേർത്ത് പിടിക്കും, തുടർന്നുള്ള പരിപാടികളൊക്കെ അവരന്ന് പറഞ്ഞിരുന്ന ജനകീയൻ എന്നുള്ള ആ ഒരു തലക്കെട്ട് അത് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.